നമസ്കാരം. വേദജ്യോതിഷ പ്രകാരം ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. മാർച്ച് 31 ശുക്രൻ മീനം രാശിയിലേക്ക് പ്രവേശിച്ചു. ഏപ്രിൽ 23 വരെ ശുക്രൻ മീനം രാശിയിൽ തന്നെ ഉണ്ട് എന്നതാണ് വാസ്തവം. നേരത്തെ തന്നെ രാഹു മീനം രാശിയിലുണ്ട്. 1.5 വർഷക്കാലമാണ്, അതായത് വളരെ നീണ്ട സമയമാണ് രാഹു ഒരു രാശിയിൽ ഉണ്ടാവുക. ഈ വർഷം മുഴുവൻ രാഹു മീനം രാശിയിലാണ് ഉള്ളത്. അതിനാൽ തന്നെ വിപരീതമായ രാജയോഗം വന്ന് ഭവിച്ചിരിക്കുന്നതായ സമയമാണ്. എന്താണ് വിപരീതമായ രാജയോഗം? അതേക്കുറിച്ച് ആദ്യമേ മനസ്സിലാക്കാം. രാഹുവിൻ്റെയും ശുക്രന്റെയും മീനം രാശിയിലുള്ള കൂടിച്ചേരൽ 50 വർഷങ്ങൾക്ക് ശേഷം വിപരീത രാജയോഗം വന്ന് ഭവിക്കുന്നതിന് കാരണമായി തീർന്നിരിക്കുകയാണ്. ഏപ്രിൽ 24 വരെയാണ് ഈ വിപരീത രാജയോഗം നീണ്ടു നിൽക്കുക. അത്രയും ദിവസം ഞാൻ ഈ പരാമർശിക്കുന്ന രാശിക്കാർക്ക് സൗഭാഗ്യങ്ങൾ വന്നു ചേരാം. ചില രാശിക്കാർക്ക് വിപരീത രാജയോഗത്തിലൂടെ വളരെയധികം നേട്ടങ്ങൾ, സൗഭാഗ്യങ്ങൾ വന്ന് ചേരുന്നതായ സമയമാണ്. ഈ സമയം ചില അത്ഭുതകരമായ നേട്ടങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും. അതേക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് ഇടവം രാശിയാണ്. ഇടവം രാശിക്കാർക്ക് ഇത്തരത്തിൽ വിപരീത രാജയോഗം നൽകുന്ന ശുഭകരമായ ചില ഫലങ്ങളുണ്ട്. അതേക്കുറിച്ച് ആദ്യം മനസ്സിലാക്കാം. സാമ്പത്തികപരമായ ഉയർച്ച ജീവിതത്തിലേക്ക് കടന്നു വരാൻ സഹായകരമാണ് ഇവർക്ക് വിപരീതമായ രാജയോഗം എന്ന് മനസ്സിലാക്കുക. അതിനാൽ തന്നെ ഇവർ ജീവിതത്തിൽ ചില അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരും. വരുമാനവുമായി ബന്ധപ്പെട്ട് അഥവാ ധനപരമായ പ്രശ്നങ്ങൾ ഉള്ള വ്യക്തികളാണ് നിങ്ങൾ എങ്കിൽ അതിൽ ഒരു പരിധിവരെ ആശ്വാസം ലഭിക്കാം. ലാഭം ലഭിക്കുന്നതായ ചില കാര്യങ്ങൾ മേഖലയിൽ പ്രവർത്തിക്കുകയോ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനപരമായ ഉയർച്ച വന്നു ചേരാം. സാമ്പത്തികപരമായ ഉയർച്ച ഇവരെ തേടിയെത്തും എന്നതാണ് വാസ്തവം. കൂടാതെ കുടുംബവുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ ഇവർ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കുടുംബത്തിലുള്ള അംഗങ്ങൾക്കും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകുവാനും സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനും സഹായകരമാണ് ഇത്തരം കാര്യങ്ങൾ അഥവാ ഈ വിപരീത രാജയോഗത്തിലൂടെ വന്ന് ചേർന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം വരുമാനം വർദ്ധിക്കുന്നതായ സമയമാണ്. നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. നിക്ഷേപങ്ങൾ പലതുണ്ടാകാം. അതിൽ നിന്നും ലാഭം നേടുവാൻ സാധിക്കാം. ഭാഗ്യക്കുറി പോലും ലഭിക്കുന്നതായ സമയം. അത്തരത്തിൽ സാധ്യതകൾ വളരെയധികം വർദ്ധിച്ചിരിക്കുന്ന സമയം എന്ന് നിസ്സംശയം പറയാം. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങളാണ് വന്നു ചേരുക. ജോലി പോലും ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ജോലി മാറുവാനും വിദേശത്തേക്ക് ജോലി ലഭിക്കുവാനും സാധ്യത കൂടുതലാണ്. അതിനാൽ ഈ സമയം തീർച്ചയായും നിങ്ങൾ ശ്രമങ്ങൾ നടത്തുക. അത് നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് മിഥുനം രാശിയാണ്. വിപരീതമായ രാജയോഗത്തിലൂടെ മിഥുനം രാശിയിലുള്ള വ്യക്തികൾക്ക് ശുഭകരമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ സമയം എന്ന് നിസ്സംശയം പറയാം. കാരണം ഈ സമയം ഇവരുടെ കർമ്മഭാവത്തിലാണ് ഈ യോഗം രൂപാന്തരപ്പെട്ടിരിക്കുന്നത് എന്നതാണ് വാസ്തവം. അതിനാൽ തന്നെ കർമ്മരംഗത്തും തൊഴിൽ രംഗത്തും തിളങ്ങുവാനും നേട്ടങ്ങൾ സ്വന്തമാക്കുവാനും സാധിക്കും. ജോലിയിൽ വളരെയധികം ഉയർച്ച, കർമ്മമേഖലയിൽ നേട്ടങ്ങൾ വന്നു ചേരുക, ബിസിനസ് പരമായി വളരെയധികം ലാഭം വന്നു ചേരുക, ബിസിനസ് വിപുലീകരിക്കുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്കും സാധ്യത കൂടുതലാണ്. ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്കും സാധ്യത കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ ഈ സമയം തൊഴിൽ അവസരങ്ങൾ വളരെയധികം വർദ്ധിക്കുന്നതായ സമയമാണ്. വിദേശത്തും നാട്ടിലും തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. തൊഴിൽ രഹിതരാണ് നിങ്ങൾ എങ്കിൽ ഈ സമയം ശരിയായ രീതിയിൽ വിനിയോഗിക്കുക എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാകുന്നു. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വളരെയധികം ലാഭം വന്നു ചേരാം. വീട്, വാഹനം തുടങ്ങിയ കാര്യങ്ങൾ സ്വന്തമാക്കുവാനുള്ള അവസരങ്ങൾ പോലും ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നതാണ് വാസ്തവം. അതിനാൽ തന്നെ ഈ സമയം ശരിയായ രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കേണ്ടതാകുന്നു. പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശുഭകരമായി വന്ന് ഭവിക്കുന്നതായ സമയമാണ്.
ചില കാര്യങ്ങൾ നടക്കില്ല എന്ന ചിന്താഗതി നിങ്ങൾക്കുണ്ടാകാം. അതിനെല്ലാം മാറ്റങ്ങൾ വരുന്ന സമയമാണ്. ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ പല കാര്യങ്ങളിലും വന്ന് ഭവിക്കുന്നതായ സമയം. അതിനാൽ ഈ സമയം നിങ്ങൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുക. ധനപരമായും മാനസികപരമായും വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരും. ചിന്തിച്ച് ശരിയായ രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം അനുകൂലമാണ് എന്ന് മനസ്സിലാക്കുക. മറ്റൊരു രാശി ചിങ്ങം രാശിയാണ്. ചിങ്ങം രാശിക്കാർക്കും ഈ സമയം വളരെയധികം നേട്ടങ്ങൾ വന്ന് ചേരുന്നതായ സമയമാകുന്നു. കാരണം സാമ്പത്തികപരമായ ഉയർച്ച വന്നു ചേരാം. നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനപരമായ ഇടിവ് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അതിൽ മാറ്റങ്ങൾ വന്നു ചേരുന്നതായ സമയമാണ്. സാമ്പത്തികപരമായി പെട്ടെന്നൊരു കുതിച്ചുചാട്ടം ജീവിതത്തിലേക്ക് വന്നു ചേരും. കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ നൽകുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമായി മാറും. പല രീതിയിലുള്ള തർക്കങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ ആ തർക്കങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ജീവിതത്തിലേക്ക് സന്തോഷകരമായ നിമിഷങ്ങൾ കടന്നു വരാം. നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ആഗ്രഹിച്ചതായ ചില കാര്യങ്ങൾ നേടിയെടുക്കുവാൻ ഈ സമയം സാധിക്കും. കൂടാതെ വരുമാനം വർദ്ധിക്കുകയും നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ വന്നു ചേരുകയും ചെയ്യാം. ലോട്ടറി ഭാഗ്യം പോലും ഈ സമയം ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. കർമ്മമേഖലയുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. കർമ്മമേഖലയിൽ തൊഴിൽ രംഗത്ത് തിളങ്ങുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് സിദ്ധിക്കും. ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം സ്ഥാനോന്നതി ലഭിക്കുന്നതായ സമയമാണ്. ഈ സമയം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ തൊഴിൽപരമായ ഉയർച്ച, തൊഴിൽ നേടുവാൻ സാധിക്കുക, വിദേശത്തേക്ക് പോകുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുക, തടസ്സങ്ങൾ ഒഴിവാവുക തുടങ്ങിയ കാര്യങ്ങൾ വന്നു ചേരാം. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് ധനലാഭം, ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. വീട്, വാഹനം, ജോലി തുടങ്ങിയ കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ സാധ്യത കൂടുതലുള്ള ഒരു സമയമാണ് എന്ന് നിസ്സംശയം പറയാം. ഈ സമയം ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നതും ശുഭകരമാണ് എന്ന കാര്യം ഓർക്കുക. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് മീനം രാശിയാണ്. മീനം രാശിക്കാർക്ക് വിപരീത രാജയോഗം വളരെ ശുഭകരമായ ഫലം നൽകും. കാരണം ലഗ്നത്തിലാണ് ഈ രാശിയിലുള്ള വ്യക്തികൾക്ക് വിപരീത രാജയോഗം സംഭവിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. അതിനാൽ തന്നെ ഈ രാശിയിലുള്ള വ്യക്തികൾക്ക് ചില കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കും. ഇവരുടെ ജീവിതത്തിൽ മനോബലം, ആത്മവിശ്വാസം വർദ്ധിക്കുന്നതായ സമയമാണ്. അതിനാൽ പല കാര്യങ്ങളും ശരിയായ രീതിയിൽ പ്രവർത്തിക്കുവാനും ചിന്തിക്കുവാനും ഇവർക്ക് സാധിക്കും. കുടുംബത്തിൽ ബന്ധങ്ങൾ കൂടുതൽ മെച്ചപ്പെടും എന്ന കാര്യം ഓർക്കുക. തർക്കങ്ങളുണ്ട് എങ്കിൽ ആ തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം ആഗ്രഹങ്ങളുണ്ട് എങ്കിൽ അത് പൂർത്തീകരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. വിദേശ യാത്രകൾക്കുള്ള യോഗം ഇവർക്ക് വന്ന് ചേരുന്നതായ സമയമാണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് മികച്ച രീതിയിലുള്ള യാത്രകൾ അല്ലെങ്കിൽ ഇടപാടുകൾ നടത്തുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ബിസിനസ് വിപുലീകരിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. എന്നാൽ ആരെയും കണ്ണടച്ച് വിശ്വസിച്ച് ഒരു കാര്യവും ചെയ്യരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വളരെയധികം നേട്ടങ്ങൾ വന്ന് ചേരുന്നതായ സമയമാണ്. തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. തൊഴിലില്ലാത്തവർക്ക് പോലും തൊഴിൽ ലഭിക്കാനുള്ള സാധ്യത വർദ്ധിക്കുന്ന സമയം. സ്വപ്നങ്ങളുണ്ട് എങ്കിൽ സാക്ഷാത്കരിക്കുവാൻ സാധിക്കുന്നതായ സമയമാണ് എന്ന് തന്നെ പറയാം. ഈ സമയത്ത് മീനം രാശിയിലുള്ള വ്യക്തികളുടെ വ്യക്തിത്വം കൂടുതൽ ഹൃദ്യമാകും. അഥവാ ഏവർക്കും താല്പര്യപ്പെടുന്ന രീതിയിൽ ഇവർക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക. ശത്രുക്കളുണ്ട് എങ്കിൽ പോലും അവരെ അനുകൂലമാക്കി തീർക്കുവാൻ, നിങ്ങളുടെ അനുകൂലമായ പക്ഷത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. അപ്രതീക്ഷിതമായ ധനലാഭം, അത്തരത്തിലുള്ള യോഗം വന്ന് ചേരുന്നതായ സമയം കൂടിയാണ് ഇത്. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്ന് പോലും ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയം. തീർച്ചയായും ഈ സമയം ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരും.